നമ്മളിന്ന് ആനുകാലികം 2023 സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലും കരയിലും ലഘു സന്ദേശങ്ങളിലൂടെ ആശയവിനിമയം നടത്താൻ വികസിപ്പിച്ച സാറ്റലൈറ്റ് അധിഷ്ഠിത ആശയവിനിമയ സംവിധാനമാണ് നഭ് മിത്ര. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലും കരയിലും വെച്ചിട്ട് ലഘു സന്ദേശങ്ങളിലൂടെ ആശയവിനിമയം നടത്താൻ വികസിപ്പിച്ചെടുത്ത സാറ്റലൈറ്റ് അധിഷ്ഠിത ആശയവിനിമയ സംവിധാനത്തിൻ്റെ പേരാണ് നഭ് മിത്ര. ഇനി 2023 നീറ്റിലിറക്കിയ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് മഹേന്ദ്രഗിരി. പ്രധാനപ്പെട്ടതാണ്. 2023 നീറ്റിലിറക്കിയ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് INS മഹേന്ദ്രഗിരി. ഇത് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് INS മഹേന്ദ്രഗിരി. ഇനി 2023 ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയായത് നെയ്റോബിയാണ്, കെനിയയിലെ നെയ്റോബി. അപ്പോൾ പ്രധാനപ്പെട്ടതാണ്. 2023 ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയായത് നെയ്റോബിയാണ്, കെനിയ. 2023 നീറ്റിലിറക്കിയ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് INS മഹേന്ദ്രഗിരി. അതുപോലെ ഓർത്തിരിക്കേണ്ട ഫാക്റ്റാണ് 2023 ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയായത് നെയ്റോബിയാണ്, കെനിയ എന്ന് പറഞ്ഞ രാജ്യത്താണ് നെയ്റോബി. ഇനി 2023 പരിസ്ഥിതി ദിന പ്രമേയം. പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം. 2023 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയമായിരുന്നു പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം. ഇനി 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് ആണ്. ഇത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ 2023 പരിസ്ഥിതി ദിന പ്രമേയം, ജൂൺ 5 പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം എന്നുള്ളതായിരുന്നു. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് ആണ്. അപ്പോൾ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് ആയിരുന്നു. ഇനി 2023 ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം ചൈനയാണ്. അപ്പോൾ 2023 റിപ്പോർട്ട് ചെയ്തതാണ് ബ്യൂബോണിക് പ്ലേഗ്. അതാദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ചൈനയിലാണ്. ഇനി 2025 സംസ്ഥാനത്തെ HIV വിമുക്തമാക്കുന്നതിനുള്ള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് 1-0. ഇപ്പോൾ 2023 പ്ലാൻ ചെയ്തൊരു പദ്ധതിയാണ്. 2025 സംസ്ഥാനത്തെ HIV വിമുക്തമാക്കുന്നതിനുള്ള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് 1-0. 2023 ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണ്. 2025 നമ്മുടെ സംസ്ഥാനത്തെ HIV വിമുക്തമാക്കുന്നതിനുള്ള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരാണ് 1-0. ഇനി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ നൽകുന്ന പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം നേടിയത് ചെറുവയൽ രാമനാണ്. അപ്പോൾ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ നൽകുന്ന പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാര ജേതാവ് ചെറുവയൽ രാമനാണ്. നെല്ലച്ചൻ എന്നൊക്കെ വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ നൽകുന്ന പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരത്തിൻ്റെ ജേതാവ് ചെറുവയൽ രാമനാണ് 2023. 2023 കേരള കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് ഡോക്ടർ B അശോകാണ്. ഇപ്പോൾ ഒരു നിയമനമാണ്. 2023 കേരള കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് നിയമിതനായത് ഡോക്ടർ B അശോകാണ്. അപ്പോൾ ആദ്യത്തെ ഫാക്റ്റ് കുറച്ചുകൂടെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കുക. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ നൽകുന്ന പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാര ജേതാവ് ചെറുവയൽ രാമനാണ്. PSC ചോദിച്ചിട്ടുള്ളതാണ്. 2023 കേരള കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് നിയമിതനായത് ഡോക്ടർ B അശോകാണ്. ഇനി 2 ഡേയ്സ് ആണ്. അപ്പോൾ അത് ഒരേപോലെ ഉള്ളതുകൊണ്ട് ഒരുമിച്ചങ്ങ് നമ്മൾ നോക്കുകയാണ്. ലോക കേൾവി ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 3 അതുപോലെ തന്നെ ലോക വന്യജീവി ദിനവും മാർച്ച് 3. അപ്പോൾ നമുക്ക് ആദ്യം കേൾവി ദിനത്തെക്കുറിച്ച് നോക്കാം. ലോക കേൾവി ദിനം മാർച്ച് 3. 2023 പ്രമേയം ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ ഫോർ ഓൾ. ലോക കേൾവി ദിനം മാർച്ച് 3 2023 പ്രമേയം ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ ഫോർ ഓൾ. ഇനി ലോക വന്യജീവി ദിനവും അതേ ദിനം തന്നെയാണ്, മാർച്ച് 3 തന്നെയാണ്, ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ 2023 പ്രമേയം വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തമാണ്. 2023 മാർച്ച് 3 ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയമായിട്ട് വന്നത് വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം. ലോക കേൾവി ദിനം മാർച്ച് 3. 2023 പ്രമേയം ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ ഫോർ ഓൾ. ലോക വന്യജീവി ദിനം മാർച്ച് 3 പ്രമേയം വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം. ഇനി ഇന്ത്യയിൽ ആദ്യമായി റോബോട്ട് ആനയെ ക്ഷേത്രോത്സവത്തിന് ഉൾപ്പെടുത്തിയ ക്ഷേത്രം ഇരിങ്ങാടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. തൃശ്ശൂർ ജില്ലയിലെ ക്ഷേത്രമാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി റോബോട്ട് ആനയെ ക്ഷേത്രോത്സവത്തിന് ഉൾപ്പെടുത്തിയ ക്ഷേത്രം ഇരിങ്ങാടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, തൃശ്ശൂരാണ്. ഇനി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ശാസ്ത്ര മേധാവിയാകുന്ന ആദ്യത്തെ വനിത നിക്കോള ഫോക്സ് ആണ്. 2023 വന്നാണ്.
ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി റോബോട്ട് ആനയെ ക്ഷേത്രോത്സവത്തിന് ഉൾപ്പെടുത്തിയ ക്ഷേത്രം ഇരിങ്ങാടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തൃശ്ശൂരാണ്. അതുപോലെ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ശാസ്ത്ര മേധാവിയാകുന്ന ആദ്യത്തെ വനിതയാണ് നിക്കോള ഫോക്സ്. ഇനി ഏത് വർഷത്തോടെയാണ് ഇന്ത്യയിൽ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചത്? 2070 ഏത് വർഷത്തോടെയാണ് ഇന്ത്യയിൽ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചത്? 2070 പ്രഖ്യാപിച്ചത്. 2030 ആകുമ്പോഴേക്കും 45% കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനായിട്ടാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി സർവകലാശാലാ തലത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ സിന്തറ്റിക് ബയോളജി ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് കുസാറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ സർവകലാശാലാ തലത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ സിന്തറ്റിക് ബയോളജി ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് കുസാറ്റാണ്. ഇന്ത്യയിൽ ആദ്യമായി മിലേപ്പ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയാണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ലേസർ സർജറി ആണ് ഈ മിലേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വിജയകരമായിട്ട് പൂർത്തിയാക്കിയത് ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയാണ്. സർവകലാശാലാ തലത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ സിന്തറ്റിക് ബയോളജി ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് കുസാറ്റാണ്. അതുപോലെ ഓർത്തിരിക്കുക, ഇന്ത്യയിൽ ആദ്യമായി മിലേപ്പ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയാണ്. ഇനി 2023 UN കാലാവസ്ഥാ ഉച്ചകോടിയായ COP28 വേദിയായത് ദുബായ് ആണ്. 2023 UNൻ്റെ കാലാവസ്ഥാ ഉച്ചകോടിയാണ് COP28. അതിൻ്റെ വേദിയായത് ദുബായ് ആണ്. ഇനി കാർഷിക മേഖലയിലെ അത്യാധുനിക സങ്കേതങ്ങൾ കർഷകരെയും പൊതുജനങ്ങളെയും പരിചയപ്പെടുത്തുവാൻ കൃഷിവകുപ്പ് ഒരുക്കിയ കാർഷിക പ്രദർശനമായിരുന്നു വൈഗ 2023. ഇതിന് വേദിയായത് തിരുവനന്തപുരമാണ്. അപ്പോൾ കാർഷിക മേഖലയിൽ പുതിയതായിട്ട് വന്ന അത്യാധുനിക സങ്കേതങ്ങൾ അത് കർഷകർക്കും പൊതുജനങ്ങൾക്കുമൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷിവകുപ്പ് ഒരുക്കിയ കാർഷിക പ്രദർശനത്തിൻ്റെ പേരായിരുന്നു വൈഗ 2023. വൈഗ 2023ൻ്റെ വേദിയായത് തിരുവനന്തപുരമാണ്. അപ്പോൾ 2023 UN കാലാവസ്ഥാ ഉച്ചകോടിയായ COP28ൻ്റെ വേദിയായത് ദുബായ് ആണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, കാർഷിക മേഖലയിലെ അത്യാധുനിക സങ്കേതങ്ങൾ കർഷകരെയും പൊതുജനങ്ങളെയും പരിചയപ്പെടുത്താൻ കൃഷിവകുപ്പ് ഒരുക്കിയ കാർഷിക പ്രദർശനത്തിൻ്റെ പേരാണ് വൈഗ 2023. വൈഗ 2023ൻ്റെ വേദി തിരുവനന്തപുരമായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്